നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ആ സാധനം നടക്കുള്ളൂ. നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് എത്ര പാഷനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണ്ടോ ആ സാധനം 100% വിജയിക്കും. നെഗറ്റീവ് പറയുന്ന സുഹൃത്തുക്കളുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഞാനതിന് പിന്നെ ആ നെഗറ്റിവിറ്റി അവരിൽ നിന്ന് മാറ്റിയെടുത്തിട്ടേ ഞാൻ വേറെ ഒന്നും ചെയ്യുമെന്നുള്ള വാശിയൊന്നും എനിക്കില്ല. ഈ പ്രസ്റ്റേജ് ഇഷ്യൂ നോക്കിയിട്ട് അതിൽ തന്നെ ഇരുന്നിട്ട് സമയങ്ങൾ നമുക്ക് ഒരു പരിധിവരെ ബോധ്യം വരാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ ഉടനെ കിറ്റാവണം, ഉടനെ നമ്മൾ പുറത്ത് ചാടണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയും പോവും, വേറെ എവിടെ നിന്നും വാങ്ങിയിട്ട് അതിൽ കൊണ്ടിട്ട് അതൊന്നും പിന്നെ സക്സസ് ആയിക്കൊള്ളുന്നില്ല. ഫെയിലിയർ ആകുന്നത് അത് ജീവിതം അതന്നെ, അതുകൊണ്ട് നമ്മൾ എല്ലാം അവസാനിച്ചെന്ന് വിചാരിക്കരുത്. പുതിയ സംരംഭകരോട് പറയാനുള്ളത് അങ്ങനെ ഒരു സാധനം തുടങ്ങാൻ പറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ തുടങ്ങിയിട്ടേ പറ്റില്ല ഉടനെ വിട്ടേക്കണം. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇത്രയും കാലം സംസാരിച്ചത് സക്സസ് ആയിട്ടുള്ള സ്റ്റോറികളെ കുറിച്ചിട്ടാണ് അല്ലേ. ഇന്ന് ഒരുപാട് സ്റ്റോറികളെ സക്സസ് ആക്കിയ ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അറഫ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പഞ്ചമി ജ്വല്ലറി, റോയൽ എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ പറഞ്ഞാൽ നിർത്താൻ സാധിക്കാത്ത രീതിയിൽ അത്രയധികം ബിസിനസ്സുകളെ ഹാൻഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രയധികം ബിസിനസ്സുകളെ സക്സസ് ആക്കിയ ഒരു വ്യക്തി മിസ്റ്റർ അഷ്റഫ് സർ. ഒരുപാട് സന്തോഷം ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം സർ. ശരിക്കും ഞാൻ ഏത് ബിസിനസ്സിനെ എടുത്ത് പറയണമെന്ന് വെച്ചാൽ കൺഫ്യൂഷനാണ്. കാരണം അത്രയധികം ബിസിനസ്, അതും പല ജോണറിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ്, കാരണം കഴിഞ്ഞ 36 വർഷമായി ബിസിനസ് ഫീൽഡിൽ നമുക്കതുപോലെ എഞ്ചിനീയറിംഗ് കോളേജസ് വരുന്നുണ്ട്, ഹോസ്പിറ്റൽ വരുന്നുണ്ട്, ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് വരുന്നുണ്ട്, മെഡിക്കൽ വരുന്നുണ്ട്, അങ്ങനെ പല ഫീൽഡുകളിലൂടെ നമ്മൾ ഈ 36 വർഷം വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവന്നു. അപ്പം എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്? ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പല കോണിലേക്ക് പോകും എന്നുള്ളതൊന്നും. പക്ഷേ ആദ്യത്തെ ബിസിനസ് അവിടെ എനിക്കൊരു ആവശ്യമാണ് എന്നുള്ളത് തോന്നിയ കാരണം ഞാനത് ചെയ്തതാണ്. എനിക്കോ അല്ലെങ്കിൽ ആ നാടിനോ. ഇപ്പോൾ ഞാൻ 86കളിലാണ് ഞാൻ ചങ്ങരകുളത്ത് ഒരു ഹോസ്പിറ്റൽ വേണമെന്നുള്ള ആശയം വന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ക്ലിനിക്ക് പോലും ഇല്ല, നല്ലൊരു ലാബറട്ടറി പോലും ഇല്ല, നല്ല ഡോക്ടർമാർ, ഒരു സാധാരണ 1-2 ഡോക്ടർമാരുണ്ട്. അതാണ് ആ പ്രദേശത്തുള്ള എല്ലാവരും ആശ്രയിക്കുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം വലിയ അസുഖങ്ങളൊക്കെ വന്നാൽ പുറത്തേക്ക് പോകണം. അപ്പോൾ അത് മാറ്റാൻ അവിടെ ഒരു ഹോസ്പിറ്റൽ വേണമെന്നുള്ളൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, ആ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ആരും ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടില്ല, അങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല മാത്രം. ഞാനും അതാണ് എടുത്തത്, ആ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു നിലനിൽക്കുന്നുണ്ട്, അവിടെ ഒരു ഹോസ്പിറ്റൽ വേണമെന്നുള്ളത്. പിന്നെ അത് 90 ഘട്ടത്തിലാണ് അത് പൂർത്തിയായത്. അങ്ങനെ ഓരോ പ്രദേശത്തോ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യത്തിൽ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിൽ ഓരോ സാധനങ്ങളും ആവശ്യമായിട്ട് വരികയാണ് അവിടെ. ഞാൻ ആ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ബിസിനസ്സായിട്ട് വന്നതാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയത് ഏതായിരുന്നു? ഏത് ഫസ്റ്റ് ഞാൻ ആശയം ഇട്ടത് ഈ ഹോസ്പിറ്റലിലാണ്. കാരണം എൻ്റെ നാട്ടിൽ നിന്ന്, അതാണ് കാരണം, എൻ്റെ നാട്ടിൽ നിന്ന് പലരും അസുഖം വരുമ്പോൾ ഒരുപാട് ദൂരം പോവുകയാണ്. പിന്നെ ഈ ഡോക്ടർ വന്നിട്ട് ഈ ഡോക്ടർ സഹായം മാത്രമേ കിട്ടുന്നുള്ളൂ. അതിൻ്റെ ഫർദറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിന് പോകാൻ അവിടെ ഒന്നും ഹോസ്പിറ്റലില്ല. ഒരു 10-30 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അന്നത്തെ അത് ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. പിന്നെ ഒരുപാട് അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പ്രശ്നമില്ല, ഈ ഡോക്ടർമാർക്ക് ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനമില്ല. അപ്പോൾ കോഴിക്കോട് പോകണം, തൃശ്ശൂർ പോകണം. അന്നത്തൊക്കെ എപ്പോഴും തൃശ്ശൂരുള്ളൂ, തൃശ്ശൂരിന് അടുത്ത്. അതൊക്കെ പോയി വരാനും യാത്ര ബുദ്ധിമുട്ടുകളും അങ്ങനെ ഈ അസുഖങ്ങൾ പ്രയാസങ്ങളും ഒരുപാടാണ്. എമർജൻസിക്കൊന്നും സൗകര്യമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് എൻ്റെ നാട്ടിൽ ഞാൻ ഒരു ഹോസ്പിറ്റൽ വേണമെന്നുള്ളത്. അത് പിന്നെ ചങ്ങരകുളത്തേക്കായി വരികയാണ് ചെയ്തത്. അത് എൻ്റെ നാട്ടിൽ വരുമ്പോൾ അതിൻ്റെ സാധ്യത കുറച്ച് കുറയും, ചങ്ങരകുളത്താകുമ്പോൾ കുറച്ചുകൂടി കൂടുതലും. അങ്ങനെ ഹോസ്പിറ്റൽ പ്രൊജക്റ്റ് വന്നത് അത് വലിയ ഗംഭീരമായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്ത് എന്ന് പറയാം. പക്ഷേ തുടങ്ങിയത്, ആശയമിട്ടത് അതിനാണെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞത് അതിൻ്റെ മുമ്പ് വേറൊരു ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നു. ഫണ്ടിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഒരു ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് ഇറങ്ങി. അതാണ് ആദ്യം ഉദ്ഘാടനം കഴിഞ്ഞത്. പഞ്ചമി ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങരകുളത്ത് 1992. ശരിക്കും എനിക്ക് തോന്നുന്നു ഇത് ചങ്ങരകുളം ആ ഭാഗത്തുള്ളവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ അറഫ ഹോസ്പിറ്റല്. അപ്പോഴും ഇപ്പോഴും ചിലർ അറഫ അഷ്റഫ് എന്ന് പറയാറുണ്ട്, പഞ്ചമി അഷ്റഫ് എന്ന് പറയാറുണ്ട്. അങ്ങനെ കാരണം അന്നൊന്നും അത്തരം സംരംഭങ്ങൾ ഇല്ലല്ലോ. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആദ്യമായിട്ട് ആ പ്രദേശത്ത് തുടങ്ങുന്നത് ഞാനാണ്, ഈ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പോലും ബാങ്കിലേക്ക് തന്നെ അവർക്ക് തന്നെ പരിചയമില്ലാതെ എറണാകുളത്ത് നിന്ന് ആൾ വന്നിട്ടാണ് അതിൻ്റെ ഇത് ചെയ്തു തരണമൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്താണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ട്രേഡിങ്ങിലേക്ക് ഞാൻ ജ്വല്ലറിയിലേക്ക് പോയി. അതിനൊരു കാരണം ഉണ്ടായിരുന്നു എൻ്റെ മുന്നിൽ. അന്ന് ജ്വല്ലറിയൊക്കെ തൂക്കാണ്, തൂക്കിയെടുത്ത് മാനുവലായിട്ട് തൂക്കിയെടുത്തിട്ടാണ്. ഇതിലൊരു ചെറിയ വ്യത്യാസം വന്നാൽ മതി, ആയിരങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ഇത് വ്യത്യാസം എന്തായാലും വരാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു സംശയം എനിക്ക് വന്നു. അപ്പോൾ അതിനൊരു ഇലക്ട്രോണിക് സംവിധാനത്തിൽ കൂടെ ഒരു വെയിങ് മെഷീൻ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ബിസിനസ് ഞാനാണ് തുടങ്ങിയത് അവിടെ. അങ്ങനെയായിരുന്നു. കാരണം അവിടുത്തെ ഈ പറഞ്ഞ പോലെ ഒരു സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ പഞ്ചമി. അപ്പോൾ അന്ന് വലിയൊരു ജ്വല്ലറി അവിടെ വേറെ ഇല്ല.
അപ്പോൾ ജ്വല്ലറിയുടെ ഉള്ളിലുള്ള ഈ പ്രശ്നം ഇത് ഒരതി നോക്കലും ഈ തൂക്കം തുലാസ് മാനുവലായിട്ടുള്ളതിലും ഇതൊക്കെ വ്യത്യാസങ്ങൾ വരാൻ ഒന്നുകൂടെ എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെയൊക്കെ വന്നത്. അപ്പോൾ അത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടി സംസാരിച്ചിട്ട് അങ്ങനെയാണ് ആ ഒരു പരിഹാരം കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ട്രേഡിങ് വന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ പിന്നെ ആദ്യം തുടങ്ങി വെച്ചിട്ടുള്ള ഹോസ്പിറ്റൽ ഉദ്ഘാടനം കഴിഞ്ഞത്. സാധാരണ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി അതിൽ ഫണ്ട് ഷോർട്ടേജ് വരുന്ന സമയത്ത് ആ ഫണ്ട് ഉണ്ടാക്കിയെടുത്ത് അതിനെ കംപ്ലീറ്റ് ചെയ്യാനാണല്ലോ നോക്കുന്നത്. അതേസമയം എങ്ങനെയാണ് അതും എസ്പെഷ്യലി ഗോൾഡ് പോലത്തെ ഒരു വലിയ ട്രേഡിങ്ങിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതെന്താ വെച്ചാൽ പിന്നെ ഈ ഹോസ്പിറ്റൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫണ്ടൊന്നും ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള ഇല്ല. ഞാൻ ആദ്യം ഫണ്ട് അന്വേഷിക്കാറില്ല. ഞാൻ പ്രൊജക്റ്റിൻ്റെ ആ സാധ്യതയും അതവിടെ ആവശ്യമാണോ, അതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഞാൻ ആദ്യം പഠിച്ച് അത് ഉറപ്പാക്കിയതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഞാൻ സംസാരിക്കും. അങ്ങനെയാണ് ഞാൻ ഫണ്ട് ശേഖരിക്കുക. അല്ലാതെ ഞാൻ ഫണ്ട് ആദ്യം എടുത്തു വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഞാൻ പോയിട്ടില്ല. ഇപ്പോഴും പോയിട്ടില്ല, ഇപ്പോഴും ഇല്ല അങ്ങനെ ഫണ്ട് ആദ്യം. ഞാനത് സെക്കൻഡറി ആയിട്ടാണ് കാണുന്നത്. അത് വന്നോളും എന്നുള്ളൊരു വിശ്വാസമാണ്. അത് ഇതുവരെ അങ്ങനെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ കാണുന്നത്. അതൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകളല്ല ഞാൻ ചെയ്യുന്നതൊന്നും. ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിലും അന്നാണെങ്കിലും അതൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ എല്ലാം ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആശയം ശരിക്കും ഉറപ്പിച്ച് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും എൻ്റെ മനസ്സിൽ ഞാൻ കൊടുന്നതിന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അതൊരാൾ സംസാരിച്ചിട്ട് അതിന് ഫണ്ട് കണ്ടെത്തുന്നത്. അതിൽ വന്നപ്പോൾ ചിലപ്പോൾ കുറച്ച് ലാഗിങ് ഒക്കെ വരും ചിലത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഫണ്ട് എടുത്ത് വെച്ചിട്ട് ചെയ്യണതല്ല. അപ്പോൾ ആ സ്വാഭാവിക ലാഗിങ് അതിൽ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ആ ലാഗിങ് ഹോസ്പിറ്റലിൽ വന്ന് ഫണ്ടിൻ്റെ ആ ഒരു ഷോർട്ടേജ്. അപ്പോൾ ഒരു 2-3 വർഷം 2-3 വർഷം കൊണ്ടാണ് ഞാൻ ട്രേഡിങ്ങിലേക്ക് പോയത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പരിചയവും അതിൻ്റെ ഒരു വിശ്വാസം എൻ്റെ സുഹൃത്തുക്കൾ വന്നപ്പോൾ ട്രേഡിങ്ങിന് അത് സംസാരിച്ചപ്പോൾ വേഗം ഇത്തിരി ഫണ്ട് അന്ന് വേണ്ടി വന്നിട്ടില്ല. ഓക്കെ. അതിനുശേഷം നമ്മൾ ഏത് ബിസിനസ് ആയിരുന്നു? അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് ട്രേഡിങ് വന്നിട്ട് പിന്നെ ഇപ്പോൾ അക്കിക്കാവിൽ വരുന്ന റോയൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഈ റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് വരുമ്പോഴും എൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ പറഞ്ഞു അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അക്കിക്കാവിൽ ആരാ പഠിക്കാൻ വരിക എന്നൊക്കെ ചിന്തിച്ചു. അപ്പോൾ അതായത് അവിടെയുള്ള കുട്ടികൾ മാത്രമേ പഠിക്കുള്ളൂ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഞാനതല്ല. അന്നൊരു ട്രെൻഡാണ്. എല്ലാവരും ടൗണിലാണ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നത്. അപ്പോൾ റിമോട്ട് ഏരിയയിൽ ഈ പ്രാദേശികമായുള്ള സ്ഥലത്തൊന്നും എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നില്ല. ആ ഒരു സൊല്യൂഷനാണ് ഞാൻ അവിടെ കണ്ടെത്തിയത്. എന്താ ടൗണിൽ മാത്രമേ ഇത് പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ നാട്ടിലൊരു എഞ്ചിനീയറിംഗ് കോളേജ് വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിച്ചുകൂടെ എന്നുള്ളൊരു. അപ്പോഴാണ് എന്നോട് ചോദിച്ചത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കുട്ടികൾ പഠിക്കാൻ വരുമോ, എഞ്ചിനീയറിംഗിന് വരുമോ. ഇപ്പോൾ എല്ലാ വീട്ടിൽ നിന്ന കുട്ടികളും വരുന്നുള്ള പോലെയാണ്. അതെ അതെ അതെ, അത് വളരെ സക്സസ്ഫുള്ളായി. കുറേ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്, സിനിമയൊക്കെ. 2003 അതിൻ്റെ അക്കാഡമിക് ഇയർ ഫസ്റ്റ് തുടങ്ങുന്നത്. 2000 ഞാൻ അതിന് അത് കൊടുന്നത്, പ്രൊജക്റ്റ് കൊടുന്നത്. 2003 ഉദ്ഘാടനം കഴിഞ്ഞു. അങ്ങനെ പിന്നെ വേറെ ബിസിനസ്സുകളാണ്. എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഈ ട്രേഡിങ്ങിൻ്റെ തന്നെ വേറൊരു ഷോറൂം വന്ന് പിന്നെ വന്നതാണ് ഒരു മീറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ്. ഈ മീറ്റിൻ്റെ പ്രൊജക്റ്റ് വരുമ്പോഴും അത് കേരളം ഒട്ടാകുള്ള ഒരു വലിയ പ്രശ്നം കിടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ മീറ്റ് ഇങ്ങനെ കിട്ടും, മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തലേ ദിവസത്തെ സ്വഭാവം നമുക്കറിയുന്നില്ല. അതിൽ ആ മീറ്റിനുള്ള പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ അറിയുന്നില്ല. അത് ഇങ്ങനെ ബ്ലഡ് കാണുമ്പോൾ നമുക്ക് ഫ്രഷ് ആണെന്നുള്ളൊരു ഫീലാണ്. അതേ അറിയുള്ളൂ. അതിന് അസുഖം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ വേറെ അത് ശരിയായ രൂപത്തിലാണോ അതിനെ സ്ലോട്ടർ ചെയ്തിട്ടുള്ളത് എന്നൊന്നും പരിശോധിക്കുന്നില്ല. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ വേണം. അതിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കണം. ശരിക്കും സ്ലോട്ടർ ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ടുള്ള സ്ലോട്ടർ ഹൗസിൽ വെച്ചിട്ട് തന്നെ ആവണം. ഈ ഓപ്പൺ ഏരിയയിൽ ശരിക്കും സ്ലോട്ടർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നുള്ള എനിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ സ്ലോട്ടർ ഹൗസ് നമ്മൾ സ്ഥാപിക്കുക എന്നുള്ളത് തീരുമാനിച്ചിട്ട് പ്രൈവറ്റ് സെക്ടറിൽ, അതാണ് പാലക്കാട് വന്നത്. ആ ഒരു സൊല്യൂഷനാണ് ഈ മീറ്റിൽ കൂടെ. അപ്പോൾ നല്ല ഇറച്ചി കിട്ടും. ശരിക്കും എല്ലാവരും നല്ല ഇറച്ചി വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങിയത് നല്ല ഇറച്ചി കൊടുക്കുക എന്നുള്ള സിസ്റ്റത്തിലോട്ടാണ്. അല്ലെങ്കിൽ അതിന് ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു അറവശാല കൊണ്ടുവരിക എന്ന് പറഞ്ഞത് അത് ശരിക്കും എങ്ങനെയാണ് ആ ഒരു ഐഡിയയിലോട്ട് എത്തുന്നത്? ഈ സൊല്യൂഷൻ ഇതിനെ ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന ഇറച്ചികൾക്കുള്ള മീറ്റിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ അങ്ങനെ നമുക്ക് ശരിക്കും അങ്ങനെ പറയുമ്പോഴുള്ള ഇതെന്ന് വെച്ചാൽ ആ ഇറച്ചി ഞാൻ പറഞ്ഞല്ലോ നല്ല ഇറച്ചിയാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനമില്ല. അല്ല അങ്ങനെയല്ല, എന്നാലും നമ്മളിപ്പോൾ ബ്ലഡ് കാണുന്ന സമയത്ത് നമ്മൾ പറയും ഓക്കെ ഇത് നല്ല ഇറച്ചിയാണ് എന്ന് വിശ്വസിക്കും. അപ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നല്ലതാണോ എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരുന്നു? നമുക്കറിയാം ഇതിന് പല അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടും ശരിക്കും അങ്ങനെ കാണുന്നത് ലൈവ് ഇറച്ചിയാണത്, ഫ്രഷ് അല്ല. ഫ്രഷ് പറയണമെന്ന് വെച്ചെങ്കിൽ ഒരു സ്ലോട്ടർ ചെയ്ത് ആ മീറ്റിനെ 8 മണിക്കൂർ തണുപ്പിക്കണം. ആ -ഡിഗ്രിയിൽ അതിനെ തണുപ്പിച്ചതിന് ശേഷമേ സോഫ്റ്റ് ഇറച്ചിയാവുള്ളൂ, എന്നിട്ടേ ഭക്ഷിക്കാവൂ എന്നുള്ളതാണ് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം. വെറ്റിനറി ഡോക്ടർമാരോട് സംസാരിച്ചാൽ അത് മനസ്സിലാക്കും.
നമ്മളിത് അർത്ഥ ഉടനെ തന്നെ കണ്ടാൽ ഭയങ്കര ഫ്രഷാണ് ഫീൽ ചെയ്യുക. അതല്ല ശരിക്കും ഫ്രഷ് എന്നുള്ളത്, അത് ലൈവ് ഇറച്ചി എന്ന് പറയാൻ പറ്റുള്ളൂ. ലൈവ് ഇറച്ചിയാണ്. ഇതിൽ ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോയാൽ നമ്മൾ സ്ലോട്ടർ ചെയ്യണതിനെ കാണില്ല, ഇവിടെയൊക്കെ നമുക്ക് കാണാമല്ലോ, ഓപ്പൺ ഏരിയയിലാണ്, അതിനൊക്കെ തെറ്റാണ്. അപ്പോൾ അത് അതിന് 8 മണിക്കൂർ കോൾഡ് സ്റ്റോറേജിൽ വെച്ച് -डिग्രിയിൽ തണുപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് പുറത്തേക്ക് ഷോപ്പിലെത്തണുള്ളൂ. അങ്ങനെയാണ് നമ്മൾ മീറ്റ് ബിസിനസ്സിൽ, അതാണ് മീറ്റിലേക്ക് ഇറങ്ങിയത്. ഓക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാർമസ്യൂട്ടിക്കൽ അതിലോട്ടൊക്കെ ഇറങ്ങി. പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഈ ജനറിക് കുറച്ച് മെഡിസിൻ ഉണ്ട്, അത് വില കുറഞ്ഞ മെഡിസിൻ ലഭ്യമാക്കണം എന്നുള്ളൊരു ആശയം വന്നപ്പോൾ അതിലേക്ക് ഇറങ്ങിയാണ്. അത് വലിയൊരു സംരംഭമൊന്നുമല്ല, എങ്കിൽ കൂടി പ്രാദേശികമായിട്ട് നമുക്ക് ജനങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് മരുന്ന് കിട്ടാവുന്നതിന് ലഭ്യപ്പെടുത്തുക എന്നുള്ള ആശയത്തിൽ വന്നുള്ളതാണ്. പിന്നെ ഒരു ഫിഷിൻ്റെ പ്രൊജക്റ്റാണ് ഫിഷ്. കിഫി. അതും ഇതേപോലെ നാട്ടിൽ എവിടെ നോക്കിയാലും ഫിഷ്, അഴകിയ ഫിഷ് പിടുത്തം, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പിടുത്തം, അങ്ങനെ പുറത്ത് കൊണ്ടുവന്നതൊക്കെ കംപ്ലൈൻറ്റ് എന്നുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ കെമിക്കൽ ചേർക്കാത്ത ഒരു ഫിഷ് നാട്ടിൽ ലഭ്യമാക്കണം കേരളത്തിൽ മൊത്തത്തിൽ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഫിഷിൻ്റെ പ്രൊജക്റ്റ്. അത് ഏത് വർഷമായിരുന്നു ശരിക്കും? അത് കിഫി എന്നുള്ള ബ്രാൻഡ് നെയിം. അതിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ കുറഞ്ഞ ഔട്ട്ലെറ്റുകളും ഓൺലൈനൊക്കെ സംവിധാനം ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ശരിക്കും നമ്മൾ ഏത് വർഷമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ എൻ്റെ 24ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഇപ്പോൾ എത്ര വയസ്സാണെന്ന് ചോദിക്കരുത് കേട്ടോ. എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് വരുന്നത് അത് 86 കാലഘട്ടങ്ങളിലാണ്, 84-86ലാണ് ഫസ്റ്റ് ഹോസ്പിറ്റൽ പ്രോജക്റ്റായിട്ട് വരുന്നത്. ഓക്കെ. അത് പഠനമെല്ലാം നമ്മൾ ഖത്തറിലായിരുന്നു. ഞാൻ ഖത്തറിലുള്ള സമയത്താണ് ഈ പ്രോജക്റ്റിനുള്ള ആശയങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നത്. നാട്ടിൽ വരുന്ന സമയത്താണ് ഈ ഹോസ്പിറ്റലിൽ, ആ സമയത്ത് നമ്മുടെ കുടുംബങ്ങളിലോ മറ്റു സ്ഥലത്തോ അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കിട്ടാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ ഇല്ല, അപ്പോൾ കൊണ്ടുപോകണം. പക്ഷേ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ കാണുന്നത് അതല്ല, തൊട്ട് മുന്നിൽ ഹോസ്പിറ്റലുണ്ട്, തൊട്ടടുത്ത് വലിയ സംവിധാനങ്ങളുണ്ട്. അതൊന്നും നമ്മുടെ നാട്ടിലില്ലാത്തതെന്നുള്ളൊരു പ്രശ്നം തന്നെ അലട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഹോസ്പിറ്റൽ. അങ്ങനെ ഓരോന്നും ഓരോ സമയങ്ങളിൽ ഇപ്പോൾ മീറ്റ് തന്നെ വിദേശത്ത് കിട്ടുന്ന നമ്മളെ ഫ്രഷ് മീറ്റ് വേണം. ഒരു വെറ്റിനറി ഡോക്ടറെ സംസാരിച്ചപ്പോൾ ഫ്രഷ് മീറ്റ് ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ നമ്മൾ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ കിട്ടുന്നില്ല, അത് ആ ഒരു സൊല്യൂഷൻ നമുക്ക് കാണണ്ടേ എന്നുള്ളത് ഉദ്ദേശിച്ചപ്പോഴാണ് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നത്. വിദ്യാഭ്യാസം എന്തിനായിരുന്നു? ഞാൻ ഖത്തറിലായിരുന്നു, ഖത്തർ ഗവൺമെൻറ് സ്കൂളായിരുന്നു. ഗവൺമെൻറ് സ്കൂളായിരുന്നു. ഓക്കെ. ഞാൻ വേറെ ഒന്നല്ല, നമ്മളൊരു വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മളൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എടുക്കുക ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയുള്ളൊരു ബിസിനസ്സാണ്. പകരം നമ്മൾ ആ നാട്ടിലൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള, ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല അതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഹെൽത്ത് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറും കൂടിയാണ്. അപ്പം അത്തരത്തിലൊരു സെക്ടറിൽ കൈവയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു ധൈര്യം. എനിക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. അത് വ്യത്യസ്ത വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അതിൽ എനിക്ക് 1-2 കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ തുടങ്ങിയപ്പോൾ എനിക്ക് ആ ഡോക്ടേഴ്സ് ഫീൽഡ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് ഫീൽഡ് ആ ഒരു കോൺടാക്ട്സ് എനിക്ക് ധാരാളമായി. അപ്പോൾ അത് പക്ഷേ വേറെയും കുറേ ഫീൽഡുകൾ നാട്ടിലുണ്ട്. എനിക്ക് അവരായിട്ടൊരു കോൺടാക്ട്സ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഞാൻ ആ മേഖലയിൽ ഒരു ബിസിനസ്സിൽ ഉണ്ടാവണം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുമ്പോൾ അക്കാഡമിക് പ്രൊഫസർമാർ, സ്റ്റുഡൻസ് അല്ലെങ്കിൽ പേരൻസ്, അങ്ങനെയുള്ളൊരു വലിയൊരു സമൂഹം എനിക്ക് കോൺടാക്ട്സിലുണ്ട്. ഞാൻ ഏത് സ്ഥലത്ത് പോയാലും ഏതെങ്കിലും തരത്തിലുള്ള കോൺടാക്ട്സിലുള്ള ആൾക്കാർ തന്നെയായിട്ട് എനിക്ക് കിട്ടും. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെന്ന് വെച്ചെങ്കിലോ പാരാമെഡിക്കൽ സ്റ്റാഫ് ആണെന്ന് വെച്ചെങ്കിലോ അവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ അത് പഠിച്ചവർ, ആ ജോലി ചെയ്തവർ, ഇതേപോലെ തന്നെ ഈ അക്കാഡമിക്കിലുള്ള ലെവലുള്ള ആൾക്കാരുമായിട്ട് കണക്ട്. ട്രേഡിംഗ് ആണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ആ ഒരു ഫീൽഡിലുള്ള അങ്ങനെ ഓരോ മേഖലയിലും എനിക്ക് കോൺടാക്ട്സ് ഉണ്ടാവണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ആ ആഗ്രഹം ഉള്ളപ്പോൾ തന്നെ ഇത് വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോഴുള്ള സാധ്യതയും കൂടി നോക്കണം. അപ്പോൾ ആ പ്രൊഡക്റ്റിന് നാട്ടിൽ ഡിമാൻഡ് ഉണ്ടോ, അവിടെ അതിനൊരു സൊല്യൂഷൻ ആൾക്കാർ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. അല്ലാതെ ഞാൻ ഒരു പ്രൊജക്റ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതും, ഡിമാൻഡ് പറഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രശ്നം, ഒരു പ്രയാസം നാട്ടിൽ ആ സാധനം അവിടെ വരാതെ കിടന്നിട്ട് സൊല്യൂഷൻ പ്രതീക്ഷിച്ചിട്ട് കാത്തിരിക്കുന്നുണ്ട് ജനങ്ങൾ. ഹോസ്പിറ്റലിൽ ഇല്ലാത്തൊരു പ്രശ്നം അവിടെ ഉണ്ട്. സൊല്യൂഷനാണ്. എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് അടുത്ത് പോയി പഠിക്കാൻ ഇല്ലാത്തൊരു പ്രയാസം അന്നുണ്ട് അവിടെ. അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യണം. ഇപ്പോൾ ട്രേഡിംഗ് തുടങ്ങിയപ്പോഴും അതും അവിടെ അന്നൊരു പ്രയാസം, ഞാൻ ഉദ്ദേശിച്ച പ്രയാസം അവിടെ ഉണ്ടായിരുന്നു. അത് അപ്പോൾ എല്ലാ ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ ആ നാട്ടിലെ ഒരു പ്രശ്നമായിരിക്കണം. അത് ഒന്ന് പ്രാദേശികമായിട്ടുള്ള പ്രശ്നമായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ തന്നെ അത് തുടങ്ങാൻ ഉദ്ദേശിക്കും. അല്ലാത്തത് വേറെ എവിടെ തുടങ്ങിയാലും പ്രശ്നമല്ല. അത് ഓൾ കേരള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആവശ്യമുള്ള സൊല്യൂഷൻ ആവശ്യമുള്ള ഒരു സംഭവമായിരിക്കും. അപ്പോൾ അങ്ങനെ ആദ്യം പ്രാദേശികമായിട്ടുള്ള സൊല്യൂഷൻസിൻ്റെ പരിഹാരം കണ്ട് ഇനി നമുക്കിപ്പോൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പ്രാദേശികമായിട്ട് നിലനിൽക്കണമല്ലോ, ഹോൾ കേരള അടിസ്ഥാനത്തിലുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വേറെ ഒരു സൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത്
അത് ചെയ്യാനുള്ള താല്പര്യത്തിലാണ് അങ്ങനെ പോയത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നു, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും പറയുന്നതാണ് അതിലും തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, പാഷൻ ആണെങ്കിൽ പോലും കൂടുതൽ സമയം അതിനുവേണ്ടി ചിലവഴിക്കണം എന്നുള്ളത്. നമ്മളാണെങ്കിൽ ഒരേ സമയം ഒരുപാട് ബിസിനസ്സുകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് സാർ അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെയാണ്? കാരണം ഒരേ സമയം അതും പല പല വ്യത്യസ്ത മേഖലകളിലുള്ള ബിസിനസ്സുകളെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത് ആ എല്ലാ കാര്യത്തും, അതും അത്രയും സക്സസ്ഫുൾ ആയിട്ട്? അത് 2 കാര്യങ്ങളാണ് ഞാൻ പരിഗണിക്കാറ്. ഒന്ന്, ആ സാധനം ഞാൻ ചെയ്യുന്ന സാധനം ഞാൻ തറവായിട്ട് പഠിക്കും, അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. മറ്റ് പല കാര്യങ്ങളും നടക്കണമെന്നോ എല്ലാം പഠിക്കാൻ ഞാൻ പോകാറില്ല. കാരണം എന്നെ സംബന്ധിച്ചുള്ളൊരു പ്രാർത്ഥന എൻ്റെ മുന്നിലുണ്ട്. നമുക്ക് ആവശ്യമുള്ളതിനെ പഠിപ്പിക്കണേ, പഠിപ്പിച്ച് തന്നതിനെ ഉപകാരപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥന ഞാൻ കേട്ട് പഠിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ. ഞാൻ ഇത് ശരിക്കും മുറുകെ പിടിക്കും. എനിക്ക് ആവശ്യമുള്ളത് ആ പ്രൊജക്റ്റ് ഏതാണ് മനസ്സിലാക്കി ഞാൻ അതന്നെ പഠിക്കും. ശരിക്കും ഒരു ആവശ്യമുള്ള സമയം അത്രയും ചിലവാക്കിയെടുത്ത് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നാട്ടിലുള്ള മറ്റുള്ള എല്ലാ വിഷയത്തിലും പോയി തലയിട്ട് അങ്ങനെയൊന്നും പോവാതെ ഞാൻ ആ ഒരു ഐറ്റം ശരിക്കും പഠിച്ചിട്ട് അവിടെ അത് പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നുള്ളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണമെന്നുള്ളൊരു വാശിയോടുകൂടി ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തോടെ ചെയ്യുള്ളൂ. ഞാൻ ചുമ്മാ തട്ടിക്കൂട്ട്, അതാണ് ചിലപ്പോൾ എൻ്റെ പ്രോജക്റ്റുകളൊക്കെ വലിയ ഹെവി ആയിട്ട് പോകുന്നത് ഈ ഒരു പ്രശ്നമാണ്. എനിക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യണം, സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു താൽക്കാലിക സംവിധാനത്തിൽ ഒരു സാധനം ചെയ്തിട്ട് വിജയിച്ചിട്ട് പിന്നെ വലുതായിട്ട് പോകുന്നത് ആ ഒരു കൺസെപ്റ്റ് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് സിസ്റ്റമാറ്റിക്കലി ചെയ്യുമ്പോൾ അതിൻ്റേതായ സംവിധാനം വേണം, ആ പ്രൊഫഷണൽ അതിൽ കൊണ്ടുവരണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഹയർ ചെയ്തിട്ടുള്ള ആൾക്കാർ വേണം, ആ ഇൻഫ്രാസ്ട്രക്ചർ വേണം, എങ്കിലേ അത് അങ്ങനെ തന്നെ പോവുള്ളൂ. എനിക്കൊരു 10 കൊല്ലം കൊണ്ട് പിന്നെ അത് സിസ്റ്റമാറ്റിക് ആവട്ടെ എന്നുള്ളത് ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ 2 കാര്യം ഞാൻ ശരിക്കും പ്രായോഗിക തലത്തിൽ തന്നെ ആക്കിയിട്ട് തന്നെ ഞാൻ എൻ്റെ പ്രൊജക്റ്റുകൾ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ നല്ല പ്രൊഫഷണലായിട്ടുള്ള സിസ്റ്റവും ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. പിന്നെ ആ സാധനം ഞാൻ ശരിക്കും പഠിക്കും. ഇപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിൽ ചെയ്യാൻ പോകുകയെന്ന് വെച്ചെങ്കിൽ ഞാൻ ഡോക്ടർ അല്ലെങ്കിൽ പോലും ഞാൻ ഡോക്ടറെ കൂടെ നിന്നിട്ടോ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ സംവിധാനത്തിൽ പോയിട്ടോ ഞാനത് ശരിക്കും പഠിക്കും. അത് എങ്ങനെ ചെയ്യണം, എവിടെ വെച്ചിട്ട് ആരൊക്കെ അതിൽ ഉൾപ്പെടുത്തണം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണം എന്നുള്ളതൊക്കെ ഹയർ ചെയ്തിട്ട് ഒരു കൺസൾട്ടൻറ്റിനെ ഹയർ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ പോലും അവിടെ പോയി പഠിക്കണമെന്ന് വെച്ചെങ്കിൽ പോലും ഞാൻ അത് പോയിട്ട് പഠിക്കും. ഞാൻ ഇതിൻ്റെ ഹോസ്പിറ്റൽ തുടങ്ങുന്ന സമയത്ത് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് തുടങ്ങി. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ തൃശ്ശൂർ പോയിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കൂടെ അവിടെ പോയിട്ട് അവർ എൻ്റെ ഫ്രണ്ടായി മാറി. പിന്നീട് ഞാൻ ഡെയിലി പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫായി മാറി. ഞാൻ ഒരു സാലറി വാങ്ങിക്കാതെ ഒരു 1.5 വർഷത്തോളം അവിടെ നിരന്തരം പോയിരുന്നിട്ട് ആ ആക്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇപ്പം ഞാൻ അപ്ഡേറ്റഡാണ്. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, LLP ലിമിറ്റഡ് കമ്പനി, ഇത്രയും പിന്നെ ഐഡൻറ്റിറ്റികളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഞാൻ 100% എനിക്ക് എൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റഡ് ആണ്. ഇനിയിപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിലും അതിലൊക്കെ അപ്ഡേറ്റഡ് ആണ്. ഞാൻ തുടങ്ങിയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രവർത്തിച്ച് വരുന്നതുള്ള ബിസിനസ്സൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചിട്ട് അത് ചെയ്യും. അത് എങ്ങനെയാണ് ചെയ്ത് വരേണ്ടത്, അത് എങ്ങനെയാണ് നടത്തേണ്ടത്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ അപ്ഡേറ്റഡ് ആണ്. അത് ഞാൻ പഠിച്ചിട്ട് തന്നെ പറഞ്ഞില്ലേ, ഇത് പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ എങ്ങനെ ഒരുമിച്ച് പോകുന്നു. ഞാൻ എല്ലാ പ്രോജക്റ്റും ഒരു 1 man ഷോയിൽ കൂടെ കൊണ്ടുപോകില്ല. ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, പ്രൊഫഷണൽ ആയിരിക്കണം. അപ്പോൾ ഓരോ പ്രൊജക്റ്റ് അത് സെറ്റായി കഴിഞ്ഞ് അതിൻ്റെ റണ്ണിങ്ങിലോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ അതിനൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യും. അത് എൻ്റെ കൂടെയുള്ള ആൾക്കാരായുള്ള കൂട്ടത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ വേറെ ഹയർ ചെയ്തിട്ടാവാം. ഞാൻ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ട് ആ ടീമിനെ ട്രെയിൻ ചെയ്യലോ അല്ലെങ്കിൽ ആ ടീമിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കലായിരിക്കും എൻ്റെ പ്രധാന ജോലി. അല്ലാതെ എല്ലാത്തിലും പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പണിയെടുത്തിട്ട് ചെയ്യാറില്ല. അത് സെറ്റ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ അത് അതിൻ്റേതായ ഒരു ഘട്ടം വരെ ഞാനതിൽ ഫുള്ള് 100% ഇൻവോൾവ് ആകും. അത് ഒരു സിസ്റ്റമായിട്ട് നടക്കാനുള്ള അതിനൊരു ധൈര്യം ഇത് വന്നു എന്നുള്ളത് കണ്ടാൽ, അതിന് കപ്പാസിറ്റി വന്നു എന്നുള്ളത് കണ്ടാൽ ഞാൻ ആ ടീമിനെ ഏൽപ്പിച്ചിട്ട് പിന്നെ അടുത്ത പ്രോജക്റ്റിലേക്ക് പോവുകയോ അങ്ങനെ ഒരു സംവിധാനം ആക്കി എടുത്തിട്ടാണ് അപ്പോൾ പിന്നെ അതിന് പിന്നെ ആവശ്യമുള്ള സമയത്ത് മാത്രം അവിടെ ചെയ്യാൻ ആളുകളെ അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇടപെട്ടിട്ട് അതിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ആ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചെയ്യണം നമ്മൾ, അല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുമ്പോഴാണ് അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ കറക്റ്റ് ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്ത് അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. ഈ ഇത്രയൊക്കെ ബിസിനസ് ചെയ്ത് ഇത്ര നമ്മൾ കാര്യങ്ങൾ ചെയ്താലും ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഫെയിലിയർ എന്ന് പറയുന്നൊരു ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ മലേഷ്യയിൽ പോയിട്ടൊരു ബിസിനസ് ചെയ്ത്, അത് ഞാൻ ചെയ്ത ബിസിനസ്സല്ല, വേറെ ആളെ കൂടെ ചേർന്ന് അത് എനിക്ക് ഫെയിലിയർ ആയിരുന്നു വേണമെങ്കിൽ പറയാം. അതിലെനിക്കൊരു കുറേ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഫെയിലിയർ ആയുള്ളത്. ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. സാമ്പത്തികമായിട്ടുള്ള വലിയ നഷ്ടങ്ങളൊന്നും പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതങ്ങനെ ഞാൻ വിചാരിച്ച മാതിരി ഒരു വിഷയമില്ല അതിനെ കൊണ്ടുപോകാം.
പറ്റില്ല. അപ്പോൾ ഞാൻ വിത്ഡ്രോ ചെയ്തു. ഓക്കെ. എങ്ങനെയാണ് ഫെയിലിയേഴ്സ് വരുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്യുന്നത്? കാരണം ഇപ്പം പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർക്കും നമ്മളെപ്പോഴും ഇപ്പം ഈ കാലഘട്ടത്തിലെല്ലാം ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് റിസ്ക് എലമെന്റ് എന്നുള്ളൊരു വേർഡിലൂടെ ഒരു പക്ഷെ നമ്മളെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മുടെ ഒരു പാഷനും നമ്മുടെ ഹാർഡ് വർക്ക് എല്ലാം കാരണം നമ്മൾ അതിനെ ഫെയിലിയർ ആക്കാതെ അതൊരു റിസ്ക് ആണ്, അതിനെ ഓവർകം ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ മുൻപോട്ട് വന്നിട്ടും ഉണ്ടാവാം. അപ്പം പുതിയ തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, കാരണം ആ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു റിസ്ക് എലമെന്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തു വരുന്നത്? അത് നല്ലൊരു ചോദ്യമാണ്. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യമാണ്, ഉത്തരമാണത്. അതെന്ന് വെച്ചാൽ നമ്മളെ ആൾക്കാർ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആണെങ്കിലും പിന്നെ അതിൽ തന്നെ കിടന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അതിങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്നുള്ള അമിത വിശ്വാസത്തിൽ നിൽക്കും. എൻ്റെ അഭിപ്രായത്തിൽ അത് ചെയ്യരുത്. നമുക്ക് ഒരു പരിധിവരെ ബോധ്യം വരാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ ഉടനെ കിറ്റാവണം, ഉടനെ നമ്മൾ പുറത്ത് ചാടണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയും പോവും, വേറെ എവിടെ നിന്നും വാങ്ങിയിട്ട് അതിൽ കൊണ്ടിട്ട് അതൊന്നും പിന്നെ സക്സസ് ആയിക്കൊള്ളുന്നില്ല. നമുക്കൊരു പരിധി നമ്മളെ പ്രവർത്തകർക്ക് ശ്രമിച്ചു നോക്കിയിട്ട് പരമാവധി നമ്മൾ പെട്ടെന്നുകൊണ്ട് പോരണമെന്നല്ല, പരമാവധി അത് നടക്കില്ല എന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിമാന പ്രശ്നം നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് കാരണം കൊണ്ടായിരുന്നാലും പിന്നെ അത് പിടിച്ചു നിർത്തരുത്. ഉടനെ അതിനൊരു ആ സാധനം നമ്മൾ കൈവിട്ടേക്കണം. അല്ലെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും മോഡിഫിക്കേഷനിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യണം. അത് ഈ പ്രസ്റ്റേജ് ഇഷ്യൂ നോക്കിയിട്ട് അതിൽ തന്നെ ഇരുന്നിട്ട് സമയം കളയും. അതവിടെ നടക്കില്ല എന്നുള്ള ബോധ്യം വന്നാൽ അത് ചിന്തിക്കേണ്ടതാണ്. ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ട് വെച്ചെങ്കിൽ നമ്മൾക്കൊണ്ട് ഇത് സാധ്യമാവില്ല, ഇതിവിടെ വിജയിക്കില്ല എന്നുള്ള ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇരിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ പോയിക്കൊള്ളാം, ആ വന്ന നഷ്ടം നമുക്ക് വേറെ ഒന്നിനും കിട്ടും. അതിൽ സമയം കളയരുത് കൂടുതൽ. അല്ല, ഇപ്പം ഇതിൽ പറഞ്ഞതില്ലേ, ഇപ്പോൾ ഫെയിലിയർ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചെറിയ ഫെയിലിയറിനെ വലിയ ഫെയിലിയറിലോട്ടും അത് വലിയൊരു ഡിസാസ്റ്ററിലോട്ടും പോകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ദുരഭിമാനം എന്നൊരു വേർഡ് ഭയങ്കരമായിട്ടുണ്ട്. ശരിക്കും ഒരു ഫെയിലിയറിന്റെ കാര്യത്തിൽ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ അത് അത്ര വലിയ മോശം കാര്യമായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ ഫെയിലിയറിൽ നിന്ന് സാമ്പത്തികമായിട്ട് നമ്മൾ വല്ലാതെ ഫെയിലിയറിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കണം. അത് നമുക്ക് പ്രയാസങ്ങൾ വേറെ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അല്ലാതെ അഭിമാന പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ ഫെയിലിയറിനെ പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും ഫെയിലിയറിലേക്ക് പോകാതിരിക്കുന്നത് നല്ലത്. ഉടനെ അതിനെ പരിഹാരം കണ്ടിട്ട് അതിൽ ക്വിറ്റായിട്ട് വേറെ ഒന്നിൽ പോകാൻ. അത് ഒന്നാമത്തെ ഫെയിലിയർ ആവുന്നത് അത് ജീവിതം അതന്നെ അതുകൊണ്ട് നമ്മൾ എല്ലാം അവസാനിച്ചെന്ന് വിചാരിക്കരുത്. ഞാൻ തന്നെ ചില 1-2 പ്രൊജക്റ്റുകൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയും, നമുക്ക് ഏതെങ്കിലും പ്രൊജക്റ്റ് വേണം നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ പ്രൊജക്റ്റുകൾ എപ്പോഴും കുറച്ച് ഹെവി ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം അത് ഹെവി ആക്കണതല്ല. എനിക്ക് വരുന്ന പ്രൊജക്റ്റുകളോ എൻ്റെ മനസ്സിൽ ആഗ്രഹം വരുന്നതോ ഒരു സൊല്യൂഷനാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു അല്ലെങ്കിൽ തൃശ്ശൂർ കുറേ ഹോസ്പിറ്റലുണ്ട്. ഇനി ഞാൻ വീണ്ടും പോയിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെയ്യാൻ താല്പര്യപ്പെടില്ല. ഞാൻ ഇനി ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയോ അത്തരത്തിലുള്ള അത് ആവശ്യമുള്ളിടത്തേ ചെയ്യുള്ളൂ. അതെ, ആവശ്യമുണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ടല്ലോ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ തന്നെ 1-2 ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആഗ്രഹം വരുന്ന പ്രോജക്റ്റുകളൊക്കെ ഹെവി ആയി പോകണമാണ്. അത് ഞാൻ മനഃപൂർവ്വം ഹെവി ആക്കണതല്ല, അത് അങ്ങനെയാണ് ആ സൊല്യൂഷൻ അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ഹെവി ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ആ പ്രൊജക്റ്റ് പക്ഷേ ചെയ്യാൻ പറ്റണില്ല. എനിക്ക് പ്രൊജക്റ്റ് വലുതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ലൊക്കേഷൻ പ്രയാസം കൊണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനത് ഇനി ചെയ്യാൻ പറ്റില്ല വെച്ചിട്ട് പേടിച്ച് എൻ്റെ ജീവിതം അത് അവസാനിച്ച് ഇനി അങ്ങനെ ഇരിക്കരുത്. അത് നടന്നില്ലെങ്കിൽ നടന്നില്ല. നമ്മൾ ആർക്കും എഴുതി കൊടുത്തിട്ട് കരാറൊന്നുമില്ലല്ലോ ഞാൻ എന്നെ ചെയ്യൂ എന്നുള്ളത്. അത് സംഭവിക്കണതല്ലേ കുറേ കാര്യങ്ങൾ. ആ സംഭവിക്കുന്നത് നമ്മളെ ഒരു ഇഷ്ടമാണ്, പേഷൻ, നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവണം. വലിയ ആഗ്രഹം ഉണ്ടാവണം, എന്നാലേ നമുക്കത് അതിലേക്ക് എത്തുള്ളൂ. നമ്മുടെ മുന്നിലുള്ള കാണുന്ന പ്രൊജക്റ്റിനെക്കാട്ടിയും വലിയ ആഗ്രഹം വേറെ ഉണ്ടാവണം. ആ പ്രൊജക്റ്റിൻ്റെ അതിനെക്കാട്ടും അപ്പുറമുള്ളത് ഉണ്ടാവണം, എന്നാലേ നമുക്ക് ആ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അത് നടന്നില്ല എന്ന് കരുതിയിട്ട് ആകെ പ്രയാസപ്പെട്ടിരിക്കുക അത് ഒരിക്കലും ചെയ്യരുത്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാം ഞാൻ തന്നെ ഇവിടെ പരിഹരിച്ചിട്ട് ശരിയാക്കണം എന്നുള്ള വാശിയൊന്നും നമുക്ക് വേണ്ടല്ലോ. നമ്മൾ ചെയ്യണത് ഏറ്റവും ടോപ്പിൽ നന്നായി ചെയ്യുക എന്നുള്ളത് ആലോചിച്ചാൽ മതി. വൃത്തിയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല പ്രൊഫഷണലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു കണ്ണിങ്ങോട് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തോട് ചെയ്യണം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ആ സാധനം നടക്കുള്ളൂ. നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് എത്ര പേഷനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണ്ടോ ആ സാധനം 100% വിജയിക്കും. സംശയമൊന്നുമില്ല കാര്യത്തിൽ. നമുക്ക് വേറെ ഒന്നിരിക്കും ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രൂപം ആയതിൻ്റെ ശേഷമാണ് നമ്മൾ വേറെ ഒരു കാര്യം ആലോചിക്കുക. അതായത് ഇതിന് ശരിക്കുള്ള ടീമിനെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ടീം അത് നന്നായി അത് റൺ ചെയ്യലോ അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്യലോ നടക്കേണ്ടതെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ വേറൊരു പ്രൊജക്റ്റ്. അപ്പോൾ അത് ഇനിയിപ്പോൾ അങ്ങനെ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് നടക്കുന്നില്ല വെച്ചാൽ പോലും
ആ ഒരു നെഗറ്റിവിറ്റി ഇനി എന്നെക്കൊണ്ട് ഇനി വേറെ ഒന്നും കൂട്ടിയാൽ പറ്റില്ല എന്ന് ചിന്തിക്കണമില്ല. ഞാൻ അതിന് വലുതാവും വേറെ ചെയ്യാൻ പോണത്. അത് നടന്നില്ലെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുള്ളൂ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ചിലരൊക്കെ അങ്ങനെ പറയാറുണ്ട്, അത് ഇനിയിപ്പോൾ അത് നടക്കുമോ, ഇപ്പം നിന്നെക്കൊണ്ട് ഇനി അത് പറ്റുമോ, അത് കേരളത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുന്ന പ്രോജക്റ്റുകളായിരിക്കാം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് എനിക്ക് ഇഷ്ടമായി വന്നു കഴിഞ്ഞാൽ, എനിക്കത് ആവശ്യമുള്ളൊരു സൊല്യൂഷനാണെന്നുള്ളത് എൻ്റെ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിൽ അതൊരു പ്രയാസമാണെന്നുള്ളത് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇനി എത്ര പ്രൊജക്റ്റ് വന്നാലും ശരി, അത് ഞാൻ ചെയ്യേണ്ടതാണ്. എനിക്കത് ആ പ്രൊജക്റ്റിനോട് ഒരു പേഷൻ ഉണ്ട്, അതൊരു സൊല്യൂഷൻ ഉണ്ട്, ഒരു വിഷയത്തിലായിരുന്നു സൊല്യൂഷൻ ഉണ്ട്, അത് 100% വിജയിക്കുന്നുള്ള എനിക്ക് കോൺഫിഡൻസ് വന്നാൽ ഈ ഒരു തിരക്കോ ഒരു സമയക്കുറവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള ആൾക്കാരെ കണ്ടെത്താനോ ഹയർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള രീതി അതിന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഈ സംസാരത്തിനിടക്കും പലതവണ നമ്മൾ സൗഹൃദത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സൗഹൃദങ്ങളാണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്. ഇപ്പം CA ആ ഒരു സ്ഥലത്തൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് അവർ നമ്മുടെ സുഹൃത്തുക്കളായി മാറി എന്നൊക്കെ പറഞ്ഞു. സെയിം ടൈം നമ്മൾ പറയുകയും ചെയ്തു, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് സുഹൃത്തുക്കൾ പറയും അത് നടക്കുമോ എന്നുള്ളത്. അപ്പം സപ്പോർട്ട് ചെയ്യുന്നതും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസ്ക് എലമെൻറ്റ്സ് പറയുന്നതും സൗഹൃദങ്ങളാണ്. എങ്ങനെയാണ് സൗഹൃദങ്ങളെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള പോസിറ്റീവ് റെസ്പോൺസിനെയും നെഗറ്റീവ് റെസ്പോൺസിനെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഞാൻ നെഗറ്റീവ് റെസ്പോൺസ് പറയുന്ന സുഹൃത്തുക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ഞാൻ അറിയാത്തവരുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ളവരുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട്, ഞാൻ അറിയാത്തവരും അറിഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷേ നെഗറ്റീവ് പറയുന്ന സുഹൃത്തുക്കളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനതിന് പിന്നെ ആ നെഗറ്റിവിറ്റി അവരിൽ നിന്ന് മാറ്റിയെടുത്തിട്ടേ ഞാൻ വേറെ ഒന്നും ചെയ്യുമെന്നുള്ള വാശിയൊന്നും എനിക്കില്ല. ഞാനതിന് പോകാറില്ല. അവരാ നെഗറ്റിവിറ്റി ആയിട്ട് അങ്ങനെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അവരെ ചിന്തയുടെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് അവരത് മാറ്റിയെടുത്തിട്ട് വേണം ഞാൻ ഇനി ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യണമെങ്കിൽ എന്നുള്ള ഒരു കാരണവശാലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അതിന് വേണ്ടി സമയം ചിലവാക്കുകയേ ചെയ്യില്ല. അത് അവരുടെ ഇഷ്ടമാണ് എന്ന് കരുതിയിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തന്നെ നിയന്ത്രിക്കണം, ഞാൻ തന്നെ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹക്കാരാണ്. വേറൊരാളെ ഇഷ്ടത്തിനോ വേറൊരാളെ നെഗറ്റീവ് പിന്നാലെ അതിൽ ഞാൻ ഡെസ്പായിട്ട് പോയിട്ട് ഇനി അതില്ലെങ്കിൽ അത് പ്രയാസമാണല്ലോ, അങ്ങനെ അവർ എന്തെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിച്ചാലോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി വേറെ ആളോട് പറഞ്ഞാലോ ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. എന്താണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത്? ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് ബിസിനസ് ചെയ്യണം, വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യണം എന്നുള്ളൊരു പാഷനാണ്. അതിൽ കുറേ സമ്പാദ്യം, പൈസ അത് എല്ലാം എൻ്റെ പേരിലാക്കുക അങ്ങനെയൊന്നും ആവുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു എൻ്റെ പ്രൊജക്റ്റുകളൊന്നും ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ എനിക്ക് എന്തായാലും സംരംഭങ്ങളെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പീഡിയ തുറന്നിരിക്കുക പറഞ്ഞാൽ ചിലപ്പോൾ അത് സാധ്യമായി വരും. അതിന് ഞാൻ താല്പര്യപ്പെടാറുമില്ല. അപ്പോൾ എനിക്ക് കോൺടാക്ട്സ് ഉണ്ടാക്കണം. അങ്ങനെയാണ് ഈ കോൺടാക്ട്സ് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ പല കോൺടാക്ട്സുകളിൽ നിന്നും അവരെ കൂട്ടുകാരോ അല്ലെങ്കിൽ അവരെ അറിഞ്ഞിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അവർ തന്നെയോ ഒക്കെ എൻ്റെ ഓരോ പ്രോജക്റ്റുകളും ഇൻവോൾവ് ആയിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം തന്നെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എൻ്റെ സ്വന്തം പാഷനാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. വേറെ പിന്നെ ആ പ്രൊജക്റ്റിനോടുള്ള എവിടെയെങ്കിലും അതിനൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ കാണുന്ന വേറൊരു പ്രൊജക്റ്റ്, ഞാൻ 2-3 പ്രൊജക്റ്റുകൾ എൻ്റെ മുന്നിലുണ്ട്. അതായത് എന്നോട് ചോദിച്ചില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ചോദിക്കാൻ വരുന്നത്, കാരണം ഇനി കാണുന്ന ഒരു പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ എന്താണെന്ന്. ഇപ്പോൾ സമകാലികമായിട്ട് കേരളത്തിലുള്ള വലിയൊരു പ്രശ്നമാണ് യാത്രാ പ്രശ്നം. ഇപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് വെച്ചെങ്കിൽ 10 മണിക്കൂർ എടുക്കും. 10 മണിക്കൂർ എടുത്താൽ മാത്രം പോരാ, അവൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, പ്രശ്നങ്ങൾ. അപ്പോൾ അതൊന്നും ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടുത്തെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും പുതിയ റോഡുകളാക്കി മാറ്റാനും ഈ നമ്മളെ സാഹചര്യം അനുസരിച്ചിട്ടോ നമ്മളെ ഭൂപ്രകൃതി അനുസരിച്ചിട്ടോ ഒന്നും സാധ്യമല്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ല സൊല്യൂഷനുള്ള ഒരു പ്രൊജക്റ്റാണ് എയർ ടാക്സി പ്രോജക്റ്റ്, ഹെലികോപ്റ്റർ ടാക്സി. ഓരോ ഡിസ്ട്രിക്റ്റിലും 2 ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് ഹെലികോപ്റ്റർ പോകും. അപ്പോൾ 40 മിനിറ്റ് ഉണ്ടായാൽ നമ്മൾ തിരുവനന്തപുരത്ത് എത്താം. അവിടെ മീറ്റിംഗ് നടത്തി തിരിച്ച് 10 മണിയാകുമ്പോഴത്തേന് അവിടെ കാണേണ്ടവരെ കണ്ട് 10 മണിക്കോ അല്ലെങ്കിൽ 11 മണിയാകുമ്പോഴത്തേനോട് തിരിച്ച് നമ്മൾ നാട്ടിലെത്താം. അത് ഹെലികോപ്റ്റർ ടാക്സി, ആംബുലൻസ് ടാക്സി, ഇതൊക്കെ വളരെ സാധ്യതകളാണ്. അത് ഇവിടെ ആവശ്യമുള്ള പ്രശ്നം. പക്ഷേ അതിന് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റാണ്. മാത്രമല്ല കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് തുടങ്ങിയാൽ അതിൻ്റെ 1-2-3 വർഷമൊക്കെ ചിലപ്പോൾ പോയാൽ പിന്നെ അതിൻ്റെ വയബിലിറ്റി ഫ്യൂച്ചറിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു സാങ്കേതികമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കൈവെക്കാത്തത്. അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റുള്ള ഇതാണ്. എൻ്റെ അതിനുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷനും ടെക്നോളജിയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് തുടങ്ങാൻ ഒരു പോകാനുള്ള സംവിധാനം കേരളത്തിൽ അതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള പ്രോജക്റ്റ് അതിൻ്റെ റിസർച്ചിലാണ് ഇപ്പം
ഇല്ല, ഞാനത് റിസർച്ച് ചെയ്താലും അത് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് തോന്നാത്ത കാരണം അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് ശരിയാവില്ല അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് പിന്നെ പിടിച്ച് തൂങ്ങരുത്, വിട്ടേക്കണം. നേരത്തെ പറഞ്ഞ ഇതാണ്, ആ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ട് തന്നെ അല്ലെങ്കിൽ തുടങ്ങാൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പോയി അല്ലെങ്കിൽ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ബോധ്യം വന്നാൽ ഇല്ലെങ്കിൽ ആൾക്കാരെന്താ വിചാരിക്കുക, ഞാൻ തുടങ്ങിയിട്ട് അത് പൂട്ടിയൊന്നുമില്ല അല്ലെങ്കിൽ മറ്റുള്ള എന്താ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അവൻ്റെ പ്രയാസമാണ്. അപ്പോൾ ഉടനെ അത് വിട്ടേക്കണം. നല്ലത് വേറെ കിട്ടും, നല്ലതിലേക്ക് വേറെ പോകണം എന്നുള്ളതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ചെറുപ്പക്കാരോടാണെങ്കിൽ ഇപ്പോൾ വേറെ പുതിയ പ്രോജക്റ്റുകൾ ചോദിച്ചല്ലോ, അത് ഞാൻ പറയാം. ചെറുപ്പക്കാരോട് പുതിയ ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ചെയ്യുന്ന പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നല്ലവണ്ണം പഠിക്കണവർ. ഈ നാട്ടിലെ മുഴുവൻ കാര്യം പഠിക്കാൻ നടക്കുന്നതിനാട്ടി നല്ലത് അവന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സംരംഭത്തെക്കുറിച്ചിട്ട് അത് മെനക്കെട്ട് 4, 5, 6 മാസം എടുത്താലും അത് ഇപ്പോൾ ഇന്ന് തുടങ്ങുന്നത്, ഇപ്പോൾ ഞാൻ ഇന്ന് ആലോചിക്കുന്ന പ്രോജക്റ്റ് ചിലപ്പോൾ 3 കൊല്ലം കഴിഞ്ഞിട്ടാവും ഞാൻ ചിലപ്പോൾ ചെയ്യണത്. അതുവരെ ഞാൻ ആരോടും അത് പറഞ്ഞോളണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഈ എയർ ടാക്സിയുടെ കാര്യം പറഞ്ഞത് തന്നെ ഞാൻ 4-5 വർഷമായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ്, 5 വർഷത്തിന് മേലുണ്ട്. ഞാനതുവരെ ചെയ്തിട്ടില്ല. കാരണം എനിക്കതിൽ ഉറപ്പ് കിട്ടിയിട്ടില്ല. കാരണം സാധ്യത ഉണ്ട്, കാരണം ഈ യാത്ര ബുദ്ധിമുട്ട് കണ്ടില്ലേ, വളരെ പ്രയാസമുണ്ട്. അപ്പോൾ 20-25 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ എത്താം. വേറെ എടുക്കും. ഇപ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം പോകണമെങ്കിൽ കാസർഗോഡ് നിന്ന് കൊണ്ട് വരണമെങ്കിൽ എത്ര ടൈം എടുക്കുന്നുണ്ട്, എത്ര ദിവസം വേണം, അത്ര ചിലവ് തന്നെ വരുള്ളൂ. അവിടെ പോയിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്ത് അവിടുത്തെ ഈ യാത്ര ചിലവ് ഒക്കെ അത്ര തന്നെ വരുള്ളൂ ഈ എയർ ടാക്സിയിൽ പോയാൽ. ഇപ്പോൾ ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു പേഷ്യൻ്റ് എത്തിക്കണമെന്ന് വെച്ചെങ്കിൽ എത്ര സമയം എടുക്കും? ഈ ആംബുലൻസ് എയർ ടാക്സിയിൽ പോയാൽ ആ ചിലവ് തന്നെ വരുള്ളൂ. എത്ര റോഡൊക്കെ ബ്ലോക്കാക്കി ഗവൺമെൻറ്റിന് നഷ്ടങ്ങളുണ്ടാക്കി സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ ആംബുലൻസ് അവിടെ എത്തുന്നത്. അത്തരം സമയം അതിന് വരുന്ന പകുതി ചിലവ് വരില്ല ഒരു പാസഞ്ചർ പോകാൻ. എയർ ടാക്സിക്ക് ആണെച്ചെങ്കിൽ അത്രയും സൗകര്യമുള്ള എയർ ടാക്സി ഇതുണ്ട്, ആംബുലൻസ് ഹെലികോപ്റ്ററുകളുണ്ട്. പക്ഷേ അത് ഈ 2-3 കൊല്ലം കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ഗതി പ്രയാസത്തിൽ ഉണ്ടാവുമോ എന്നുള്ളൊരു അതിനൊരു സൊല്യൂഷൻ എനിക്കായിട്ടില്ല. അത് കാരണം ഞാൻ തുടങ്ങാം. അപ്പോൾ ഇവരോട് ഇപ്പോൾ പുതിയ സംരംഭകരോട് പറയാനുള്ളത്, അങ്ങനെ ഒരു സാധനം തുടങ്ങാൻ പറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ തുടങ്ങിയിട്ടേ പറ്റില്ല എന്ന് ഉടനെ വിട്ടേക്കണം. പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അത് ശരിക്കും പഠിക്കണം. അത് സമയം എടുത്തിട്ടാണെന്ന് വെച്ചെങ്കിലും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ വരിക, അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെ വരിക, ആരൊക്കെയാണെങ്കിൽ ഉണ്ടാവേണ്ടത്, എത്ര ഇൻവെസ്റ്റ്, അതൊക്കെ ശരിക്ക് അതിൻ്റെ ആ സിസ്റ്റം നമ്മളെ മനസ്സിലേക്ക് ഇത് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം നടക്കണമല്ലോ. അത് ഇങ്ങനെ വെക്കണം, ഇങ്ങനെ അവിടെ ഇന്നാളെ ഇവിടെ ഇരുത്തണം, ഇന്നാളെ ഇവിടെ ഇരുത്തണം, ഇത് ഇങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകണം എന്നുള്ളൊരു ധാരണ നമ്മളെ മനസ്സിലുണ്ടാവണം. അത് എവിടെയും കോളേജിലോ മറ്റോ പോയിട്ട് പഠിക്കേണ്ടതല്ല. അത് സ്വമേധയാ നമ്മളെ മനസ്സിൽ നമ്മൾ തന്നെ മറ്റ് അനുഭവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ കാഴ്ചയിലേക്ക് കിട്ടും. വരണം ഇവിടെ ഈ ഇന്ന സ്ഥലത്ത് നിന്ന് ഈ പേപ്പറിൽ നിന്ന് ഈ സാധനം കണ്ടെത്തി ഇത് ഫൈനലായി എന്നാൽ നമ്മൾ തന്നെ ഒരു ചിത്രം വരച്ചിട്ട് അതിനെ പക്കാക്കിയാൽ മതി. അത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആൾക്കാരുടെ സഹായങ്ങളൊക്കെ മേടിക്കേണ്ടി വരും, ചോദിച്ചറിഞ്ഞിട്ട് മനസ്സിലാക്കേണ്ടി വരും. നമുക്കെല്ലാം അറിഞ്ഞോണമെന്നില്ലല്ലോ. അതിന് അറിവുള്ള ആൾക്കാരായിട്ട് ഡിസ്കഷന് പോകണം, അവരായിട്ട് യാത്ര ചെയ്യണം. അതൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ഇറങ്ങണം എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഫ്യൂച്ചർ പ്രോജക്ട്സ് ഏതൊക്കെയായിരിക്കും? ഫ്യൂച്ചർ പ്രോജക്ട്സ് പിന്നെ എനിക്ക് നാട്ടിലും 1-2 പുതിയ പ്രോജക്റ്റുകൾ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടുതലൊന്ന് പുറത്ത് 1-2 പ്രോജക്റ്റുകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇന്ത്യക്ക് പുറത്തായിട്ട്. ഖത്തറാണ് എനിക്ക് കൂടുതൽ കോൺടാക്ട്സ് ആക്സസ് കൂടുതലുള്ള സ്ഥലം. ഞാൻ അവിടെ തന്നെ പഠിച്ചു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഖത്തറിൽ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ആയിട്ട് ഞാനിപ്പോൾ അവിടെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്, ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൺലൈൻ ട്യൂഷന് അഡ്മിഷൻസ്. ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഏത് രാജ്യക്കാർക്കും ഏത് സിലബസും ഏത് സ്റ്റാൻഡേർഡിലും 1-on-1 ഡയറക്റ്റ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്കുള്ള ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ടത്. പിന്നെ എനിക്കവിടെ പക്ഷേ എൻ്റെ ഡ്രീം പ്രോജക്റ്റ് ഖത്തറിലുള്ളത് ഒരു വില്ല പ്രോജക്റ്റാണ്. അതിൽ ഒരു സൊല്യൂഷൻ ഞാൻ കാണുന്നുണ്ട്. അതിൽ വലിയൊരു സൊല്യൂഷൻ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മലയാളികൾ, ഇന്ത്യക്കാർ മൊത്തത്തിൽ പ്രത്യേകിച്ച് മലയാളികൾ അവിടെ വാടക കൊടുത്തിട്ടാണ് വീട്ടിലാണ് താമസിക്കുന്നത്. നല്ല വാടകയാണ്. 5 വർഷമൊക്കെ വാടക കൊടുത്തിട്ട് താമസിക്കുമ്പോൾ അവർ പിന്നെ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വില്ല വാങ്ങാനുള്ള വാടക കൊടുത്തു കഴിഞ്ഞു തിരിച്ചു പോരുമ്പോൾ ഒന്നുമില്ലാതെ ഒക്കെ ഇട്ടേച്ചിട്ട് പോരണം. ഒന്നുമില്ല, അവർക്ക് ഈ വാടക കൊടുത്ത് കഴിഞ്ഞില്ലേ. അപ്പോൾ ഈ 5 കൊല്ലത്തെ വാടക നമുക്ക് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ വില്ല അവർക്ക് കൊടുക്കും. അവർക്ക് താമസിക്കുകയും ചെയ്യാം. മാസം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെയുള്ള EMI അടച്ചിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ ആദ്യം തന്നെ EMI ഫിക്സ് ചെയ്തിട്ടുള്ള ആ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ അവർക്കത് തുടങ്ങുന്ന സമയത്ത് തന്നെ താമസം തുടങ്ങാം. അപ്പോൾ വേറെ വാടക കൊടുക്കണ്ട. ആ കൊടുക്കുന്ന വാടക തന്നെ ചെറിയൊരു എമൗണ്ട് കൂട്ടിയിട്ട് നമുക്ക് EMI മാസം അടച്ചു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റ് ആവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ആവശ്യം, ഒരു പ്രശ്നമാണ്, അതിനൊരു സൊല്യൂഷനാണ്. അവിടെ കിട്ടുന്ന പൈസ മുഴുവനും പകുതിയിലും കൂടുതൽ ഈ വാടക കൊടുത്തിട്ട്, വാടക നല്ല വാടകയാണ്. ഇപ്പോൾ പൊതുവെ
മറ്റ് GCCനെ അപേക്ഷിച്ചിട്ട് ഖത്തറിൽ വാടക കൂടുതലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. അതിന് ഒരു ഈ സൊല്യൂഷൻ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു ആദ്യത്തെ ഉണ്ട്. അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ധാരാളമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ കാണുന്ന ഒരു ബിസിനസ് ഇപ്പോൾ അവർ സ്വന്തമായിട്ട് സെക്കൻഡ് ഹോം വീടുണ്ടാക്കുകയാണ്. അവിടെയൊക്കെ ലീസിനോ അല്ലെങ്കിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇത് അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ അവിടെ പുതിയ നിയമം വന്നിട്ടുണ്ട്. അവർക്ക് ഫ്രീ ഹോൾഡിംഗ് എന്നുള്ള നിയമം വന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് ഭൂമി, വീട്, ഫ്ലാറ്റ് ഇതെല്ലാം വാങ്ങാം. അനന്തരാവകാശികൾക്ക് അവർക്ക് ശേഷം അത് ഉപയോഗിക്കാം, കൊടുക്കാം, അവരുടെ പേരിലേക്ക് മാറ്റാം, ഇവർക്ക് വിൽക്കാം, റെൻറ്റിന് കൊടുക്കാം. ഇനിയിപ്പോൾ അവിടുന്ന് 5 വർഷമോ 10 വർഷമോ താമസിച്ചിട്ട് നാട്ടിലേക്ക് പോരുന്ന സമയത്ത് നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മളത് റെൻറ്റ് ചെയ്തിട്ട് ആ റെൻറ്റ് നമ്മുടെ സർവീസിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റെൻറ്റ് നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. സുഖമായിട്ട് നാട്ടിൽ ജീവിക്കാനുള്ള വരുമാനം ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് അവരവിടെ താമസിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അവർക്കൂടെ വരുമാനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോജക്റ്റാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഞാൻ ഇപ്പോൾ 2-3 വർഷമായിട്ട് എൻ്റെ മനസ്സിലുള്ള പ്രൊജക്റ്റാണ്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഒരു 80% തുടങ്ങാനുള്ള ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 10-15 കൂടി ആയാലും അത് ഇൻഷാല്ലാ അടുത്ത് തന്നെ തുടങ്ങും. ഓക്കെ. പിന്നെ ഒരു പ്രോജക്റ്റിലാണ് എനിക്ക് ഇനി ഒരു വലിയ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഒരു ഇൻ്റർനാഷണൽ സ്പോർട്സ് സിറ്റിയാണ്. ഇൻ്റർനാഷണൽ സ്പോർട്സ് സിറ്റിയിൽ ഞാൻ അതിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് സെപ്പറേറ്റ് ഒളിമ്പിക് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അറിവിൽ ഇന്ത്യയിൽ അതിനെ പറ്റിയുള്ളൊരു സ്പോർട്സ് സിറ്റി സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊന്നും ഇല്ല, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഇല്ല. അപ്പോൾ കേരളത്തിലാണ് ഞാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. സാധ്യമാവുകയാണെന്ന് വെച്ചാൽ അതിന് കൂടുതൽ ലാൻഡ് വേണം. ലാൻഡ് നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ കേരളത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റേറ്റിൽ ആയിട്ട് അത് തുടങ്ങണം, ഒരു സ്പോർട്സ് സിറ്റി. അതിൽ പ്രധാനമായിട്ടും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഈ മത്സരങ്ങൾ നടക്കാനുള്ള സംവിധാനം പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടിട്ട് അതൊരു സൊല്യൂഷനാണ്. അവരെ ഫിസിക്കലായിട്ട് അവരെ ആ എനർജി ഉപയോഗിക്കാനുള്ള ഒരു വേദിയില്ല. അപ്പോൾ അതിന് മത്സരങ്ങൾ വേണം. അപ്പോൾ നമ്മളൊരു എക്സസൈസോ ട്രെയിനിങ്ങോ അതിനൊരു പാഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരു മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോടൊരു ആവേശത്തിൽ അവർക്കത് എൻ്റർടൈൻ ചെയ്തിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് പോകാൻ പറ്റും ആ വിഭാഗങ്ങൾക്ക്. അപ്പോൾ അതിൽ തന്നെ സാധാരണ മറ്റുള്ള എല്ലാ ആക്ടിവിറ്റിയും റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളുണ്ടാവും. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും. അതിൽ ആയുർവേദ ഫോറിനേഴ്സിനൊക്കെ വന്ന് നിൽക്കാനുള്ള സൗകര്യത്തിലുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ് റീട്രീറ്റ് അതിൽ വരും. സ്കൂൾ വരും. ഹൈസ്കൂളിൽ എല്ലാ കുട്ടികളും ഉണ്ടാവും, എല്ലാവരും. അപ്പോൾ ഇവർക്കത് മിങ്കിൾ ചെയ്തിട്ട് ആ രീതിയിലുള്ള ഒരു സ്പോർട്സ് സിറ്റിൻ്റെ പ്ലാനിലുണ്ട്. അതിന് അനുയോജ്യമായിട്ടുള്ളൊരു സമയം ആയിക്കഴിഞ്ഞാൽ അത് തുടങ്ങണമെന്ന്. ശരിക്കും ഓരോ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കുകയാണ് നമ്മളെല്ലാവരും ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം എന്താണെങ്കിലും കാരണം ഇത്രയധികം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 86 നിന്ന് ഇപ്പം 2024 നിൽക്കുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫ്യൂച്ചറും കൂടെ നമ്മൾ ഈ ഒരൊറ്റ ഇൻ്റർവ്യൂവിൽ കണ്ടു എന്നുള്ളതാണ്. അതും ഇനി ഒരുപാട് ഇതുപോലത്തെ നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിക്കട്ടെ. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരുപാട് ആളുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു പ്രശ്നത്തെയാണ് നമ്മളൊരു ബിസിനസ് ആക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷനാണ് നമ്മളൊരു ബിസിനസ് ആക്കുന്നത്. സോ അത്തരത്തിൽ തുടങ്ങുന്ന എല്ലാ വെഞ്ചേഴ്സും വളരെ സക്സസ്ഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും.